നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്കെന്നും അത്ഭുതമാണ് മഞ്ജു വാര്യർ. സിനിമയേക്കാൾ നാടകീയമായി മുന്നോട്ടുപോയ ജീവിതം, പ്രതിസന്ധികളെ തരണം ചെയ്ത രീതി, ആളുകളോട് ഇടപഴകുന്ന രീതി എന്നിവയെല്ലാം ആരാധകർ ശ്രദ്ധിക്കാറുണ്ട്. കരിയറിലും മഞ്ജു വ്യത്യസ്തയാണ്. മലയാളികളുടെ മനസ്സിൽ ഓരോ ദിവസവും പ്രായം കുറയുകയും സൗന്ദര്യം കൂടുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് മഞ്ജു വാര്യർ. 47-കാരിയായ മഞ്ജുവിന് ഇന്ന് ബോളിവുഡിൽ നിന്നും നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. സാധാരണ ബോളിവുഡിൽ പോലും 40 പിന്നിട്ട നായിക നടിമാർക്ക് താരമൂല്യമില്ല. എന്നാൽ മഞ്ജുവിനെ തേടി തുടരെ സൂപ്പർ താര ചിത്രങ്ങൾ എത്തുന്നത് ഈ പ്രായത്തിലും തന്റെ ഫിറ്റ്നസും യുവത്വവും നടി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. തന്റെ നിലപാടുകൾ ആരുടെ മുന്നിലും തുറന്നു പറയാൻ മടി കാണിക്കാത്ത നടിയാണ് മഞ്ജു വാര്യർ. ഇപ്പോഴിതാ പ്രമുഖരുടെ മരണാനന്തര ചടങ്ങുകളിൽ ആളുകളുടെ പെരുമാറ്റത്തിൽ പ്രതികരിച്ച് നടി മഞ്ജു വാര്യർ രംഗത്തെത്തിയിരിക്കുകയാണ്. സലീം കുമാറും ഭാഗ്യരാജും അടക്കമുള്ള കലാകാരന്മാർ അടുത്തിടെയാണ് നമ്മെ വിട്ട് പിരിഞ്ഞത്. ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായും ചർച്ചയായതുമായ ചിലതുണ്ട്. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ സ്വകാര്യത പരിഗണിക്കാതെ മൊബൈൽ ക്യാമറകളുമായി ദൃശ്യങ്ങൾ പകർത്താൻ എത്തുന്നവരുടെ തിക്കും തിരക്കും പതിവായിരിക്കുകയാണിപ്പോൾ. സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങുകൾക്കിടെ മകൻ ചന്തു ഇത്തരക്കാരോട് പൊട്ടിത്തെറിച്ചത് വലിയ വാർത്തയായിരുന്നു. ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി നടി മഞ്ജു വാര്യർ നടത്തിയ പ്രതികരണം ശ്രദ്ധ നേടുകയാണ്. മഞ്ജു വാര്യരുടെ വാക്കുകൾ ഇങ്ങനെ: സിവിക് സെൻസ് എന്നുള്ള വാക്ക് പല അവസരങ്ങളിലും കേട്ടിട്ടുള്ളതാണ്. വാക്കിലുണ്ടെങ്കിൽ സമൂഹത്തിൽ അത് എത്രത്തോളം നടക്കുന്നുണ്ട് എന്നത് ചില അവസരങ്ങളിൽ ചിന്തിച്ചു പോകാറുണ്ട്. ഈയടുത്ത് നമ്മൾ കണ്ട കുറച്ച് കാഴ്ചകളുണ്ട്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടൻ സലീം കുമാർ ഈയടുത്ത് നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞിരുന്നു. മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന ചടങ്ങുകളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം സലീമേട്ടന്റെ മകൻ ചന്തു അടക്കം അവിടെ നിന്ന് ഔചിത്യമില്ലാതെ പെരുമാറിയവരോട് കയർത്ത് സംസാരിക്കേണ്ടി വന്ന ഒരു സങ്കടകരമായ കാഴ്ച ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈയടുത്ത് കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തമിഴിലെ പ്രശസ്തനായ നടൻ ഭാഗ്യരാജ് അന്തരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മൊബൈൽ ക്യാമറകളുമായി കാര്യങ്ങളൊക്കെ പകർത്താൻ വന്നവരുടെ തിരക്ക് നിയന്ത്രിക്കാനുള്ള തിക്കിലും തിരക്കിലും പെട്ട് നമ്മളെല്ലാം വളരെ ബഹുമാനിക്കുന്ന നടി ശ്രീമതി രാധികയെ തട്ടി താഴെയിടുന്നതും അത് മൊബൈലിൽ പകർത്തുന്ന കാഴ്ചയും ഒരുപാട് സങ്കടത്തോടെയാണ് കണ്ടത്. ഞാൻ കണ്ടതും ആരോ മൊബൈലിൽ പകർത്തിയ കാഴ്ചയാണ് എന്ന സത്യം അവിടെ നിൽക്കെ ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി. നമ്മൾ എവിടെ നിൽക്കുന്നു, ഏത് അവസരത്തിൽ നിൽക്കുന്നു, നമ്മൾ സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നമ്മൾ സ്വയം പാലിക്കേണ്ട ചില നിയന്ത്രണങ്ങളുണ്ട്. ആ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജോലിയുടെ ഭാഗമായും അല്ലാതെയും പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ അനുവാദമില്ലാതെ പ്രത്യേകിച്ച് കുട്ടികളുടെയോ പെറ്റ്സിന്റെ പോലും ചിത്രങ്ങൾ എടുക്കാൻ ആളുകൾ മടിക്കും. അനുവാദം ചോദിച്ചിട്ടേ എടുക്കൂ. എല്ലാവരുടെയും സ്വകാര്യത മാനിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ബോധ്യം നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രമുണ്ട് എന്നറിയില്ല എന്നായിരുന്നു മഞ്ജു വാര്യർ പറഞ്ഞത്. തന്റെ കരിയറിന്റെ പീക്കിലാണ് മഞ്ജു വാര്യർ വിവാഹം കഴിക്കുന്നതും സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നതും. 10 വർഷത്തിലധികം കാലം വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ മഞ്ജു ജീവിച്ചു. മറ്റാരുമായിരുന്നുവെങ്കിൽ മറന്നു പോകുമായിരുന്ന എന്നുറപ്പിക്കാൻ സാധിക്കുന്ന ഇടവേള. വർഷങ്ങൾക്ക് ശേഷം മഞ്ജു തിരികെ വന്നു. പോയതിലും ശക്തമായി. അവരുടെ തിരിച്ചുവരവ് കാത്തിരുന്ന മലയാളി മഞ്ജുവിന്റെ ഇരിപ്പിടം മറ്റാർക്കും നൽകാതെ കാത്തു സൂക്ഷിച്ചിരുന്നു. വിവാഹശേഷം അഭിനയ ലോകത്തു നിന്നും നൃത്തവേദികളിൽ നിന്നും മഞ്ജു വിട്ടുനിന്നു. കുടുംബിനിയായി കഴിയാനാണ് മഞ്ജുവിന് താല്പര്യമെന്ന് ദിലീപ് അക്കാലത്ത് വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഇരുവരും തമ്മിലുള്ള 17 വർഷം നീണ്ട ദാമ്പത്യം 2015-ൽ വിവാഹമോചനത്തിൽ അവസാനിച്ചു. ഒരു വർഷത്തിന് ശേഷം കാവ്യ മാധവനെ ദിലീപ് വിവാഹം കഴിച്ചു. ഇന്ന് മഞ്ജു വാര്യർ തന്റെ പഴയ പ്രതാപത്തോടെ സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോൾ ഇരുവരുടെയും മകളായ മീനാക്ഷിയുടെ സിനിമാ പ്രവേശനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ആരാധകർക്കിടയിൽ സജീവമാണ്. എന്നാൽ അഭിനയമല്ല, മറിച്ച് വൈദ്യശാസ്ത്രമാണ് തന്റെ വഴിയെന്ന് വ്യക്തമാക്കിയതോടെ ആ ചർച്ചകൾക്ക് അന്ത്യമായിരിക്കുകയാണ്. മകൾ മീനാക്ഷി എന്തുകൊണ്ട് മഞ്ജു വാര്യരിൽ നിന്നും അകലം പാലിക്കുന്നു എന്ന ചോദ്യം എപ്പോഴും ആരാധകർക്കുണ്ട്. 2015-ൽ അച്ഛനും അമ്മയും നിയമപരമായി വേർപിരിഞ്ഞപ്പോൾ മീനാക്ഷി അച്ഛനൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചത്. അന്ന് കൗമാരക്കാരിയായിരുന്നു മീനാക്ഷി. മഞ്ജു വാര്യർക്ക് മകളുടെ തീരുമാനത്തിൽ എതിർപ്പുണ്ടായിരുന്നില്ല. വിവാഹമോചനത്തിന് ശേഷം പുറത്തുവിട്ട പ്രസ്താവനയിൽ ഇക്കാര്യം മഞ്ജു പരാമർശിച്ചിരുന്നു. വിവാഹമോചനത്തിന് ശേഷം മഞ്ജു വാര്യർ 2014-ൽ ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തി. നിലവിൽ തെന്നിന്ത്യൻ സിനിമകളിലെ മുൻനിര നായികയായി തിളങ്ങുന്നു. ദിലീപും തന്റെ സിനിമകളുമായി സജീവമാണ്. ഇരുവരും ഒന്നിച്ച് അഭിനയിച്ച ശ്രദ്ധേയമായ സല്ലാപം എന്ന സിനിമയുടെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് മനോജ് കെ ജയൻ പങ്കുവച്ച സിനിമയുടെ പോസ്റ്റർ മഞ്ജു വാര്യർ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു.
അതുപോലെ തന്നെ മകൾ മീനാക്ഷി എന്തുകൊണ്ട് മഞ്ജു വാര്യരിൽ നിന്നും അകലം പാലിക്കുന്നു എന്ന ചോദ്യം എപ്പോഴും ആരാധകർക്കുണ്ട്. 2015 അച്ഛനും അമ്മയും നിയമപരമായി വേർപിരിഞ്ഞപ്പോൾ മീനാക്ഷി അച്ഛനൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചത്. അന്ന് കൗമാരക്കാരിയാണ് മീനാക്ഷി. മഞ്ജു വാര്യർക്ക് മകളുടെ തീരുമാനത്തിൽ എതിർപ്പുണ്ടായിരുന്നില്ല. വിവാഹമോചനത്തിന് ശേഷം പുറത്തുവിട്ട പ്രസ്താവനയിൽ ഇക്കാര്യം മഞ്ജു പരാമർശിച്ചിരുന്നു. മീനൂട്ടിക്ക് മറ്റാരേക്കാളും നന്നായി എനിക്കറിയാം. അവൾ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ എന്നും സുരക്ഷിതയും സന്തുഷ്ടയുമായിരിക്കും. അത് കൊണ്ടുതന്നെ അവളുടെ മേലുള്ള അവകാശത്തിന്റെ പിടിവലിയിൽ അവളെ ദുഃഖിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അവൾക്കെന്നും ഈ അമ്മ ഒരു വെളിപ്പാട് അകലെയുണ്ട്. അവൾ അകലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമ്മയുടെ അകത്ത് തന്നെയാണല്ലോ മകളെന്നും മഞ്ജു വാര്യർ പറഞ്ഞിരുന്നു. വിവാഹമോചനത്തിന് ശേഷം മഞ്ജു സിനിമാ രംഗത്ത് വീണ്ടും തിരക്കുകളിലേക്ക് കടന്നു. തന്റെ അമ്മ വലിയ താരമായിരുന്നുവെന്ന് മീനാക്ഷിക്ക് കുട്ടിക്കാലത്ത് അറിയില്ലായിരുന്നു. മീനാക്ഷി ജനിച്ചപ്പോൾ മുതൽ കണ്ടിരുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്ന അമ്മയെയാണ്. അച്ഛനാവട്ടെ ആ സമയത്ത് വലിയ താരം. ലോകം മുഴുവൻ അച്ഛൻ ആരാധകർ. അവളെ സംബന്ധിച്ച് അച്ഛനായിരുന്നു ഹീറോ. പറയുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന അച്ഛനായിരിക്കും അവളുടെ ഹീറോ. മഞ്ജുവല്ല മകളെ കൂടെ കൂട്ടാതിരുന്നത്. വരുന്നില്ല എന്ന് മകൾ ഉറപ്പിച്ചു പറയുകയായിരുന്നു. അതേക്കുറിച്ച് തനിക്ക് അറിയാമെന്നും ഭാഗ്യലക്ഷ്മി അന്ന് തുറന്നു പറഞ്ഞു. വിവാഹമോചനം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ദിലീപ് കാവ്യമാധവനെ വിവാഹം ചെയ്തു. അപ്പോഴും മീനാക്ഷി അച്ഛനെ പിന്തുണച്ചു. മീനാക്ഷിയും മഞ്ജു വാര്യരും പരസ്പരം കാണാറും സംസാരിക്കാറുമുണ്ടോ എന്ന് വ്യക്തമല്ല. മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് മഞ്ജു ലൈക്ക് ചെയ്യാറുണ്ട്. മഞ്ജു അഭിമുഖങ്ങളിലൊന്നും സ്വകാര്യ ജീവിതം സംസാരിക്കാറില്ല. ദിലീപിന്റെ അഭിമുഖങ്ങളിലൂടെയാണ് മീനാക്ഷിയെക്കുറിച്ച് ജനം അറിയാറുള്ളത്. 2014 ജൂലൈയിൽ ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും വിവാഹമോചന കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ബന്ധം പിരിയുമ്പോൾ ജീവനാംശം വേണ്ട എന്ന് പ്രമുഖ താരം തീരുമാനിച്ചിരുന്നു. വിവാഹമോചനത്തിനായുള്ള നടപടികൾ എടുത്തപ്പോൾ മുൻ ഭർത്താവ് വാഗ്ദാനം ചെയ്ത സ്വത്തുക്കളോ പണമോ തനിക്ക് വേണ്ട എന്ന് നടി തീരുമാനിച്ചു എന്നാണ് അന്ന് മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയത്. ഇതുകൂടാതെ മഞ്ജുവിന്റെയും ദിലീപിന്റെയും സംയുക്തമായ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഏകദേശം 80 കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ നടന് തിരികെ നൽകുകയും കൂടി ചെയ്തിട്ടാണ് നടി പടിയിറങ്ങിയതെന്നാണ് അന്നത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. ഈ വിവരം പിന്നീട് മഞ്ജു വാര്യരുടെ അഭിഭാഷകനുമായ ബന്ധപ്പെട്ട വൃത്തങ്ങൾ ശരിവെക്കുകയും ചെയ്തിരുന്നു. 2014 തുടക്കം മുതൽ തന്നെ ഇരുവരും വേർപിരിയുകയാണെന്ന് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അതേ വർഷം ജൂണിൽ ദിലീപ് എറണാകുളം കുടുംബ കോടതിയിൽ വിവാഹമോചന ഹർജി ഫയൽ ചെയ്തതോടെയാണ് വാർത്തകൾക്ക് സ്ഥിരീകരണമായത്. ദിലീപ് കുടുംബ കോടതിയെ സമീപിക്കുന്നതിന് ഒരുപാട് മാസങ്ങൾക്ക് മുൻപ് തന്നെ മഞ്ജു വാര്യർ തന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് താമസം മാറിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ തൃശൂരിലെ പുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കുടുംബ വീട്ടിലേക്ക് മഞ്ജു എത്തിയത് ഒറ്റയ്ക്കാണ്. ഇരുവരുടെയും ഒരേ ഒരു മകളായ മീനാക്ഷി ദിലീപ് തന്റെ അച്ഛനൊപ്പം ആലുവയിൽ തന്നെയാണ് അന്നു മുതൽ താമസിച്ചിരുന്നത്. എന്നാൽ പിന്നീട് മീനൂട്ടി എന്ന വിളിപ്പേരുള്ള മകളുടെ മെഡിസിൻ പഠനത്തിനായി ദിലീപും രണ്ടാം ഭാര്യയും നടിയുമായ കാവ്യമാധവനും ഇളയമകൾ മഹാലക്ഷ്മിയും ചെന്നൈയിലേക്ക് താമസം മാറിയിരുന്നു. വിവാഹമോചനത്തിന് ശേഷം അഭിനയ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ മഞ്ജു വാര്യർ ഇന്ന് മലയാളത്തിലും തമിഴിലും ഏറ്റവും തിരക്കുള്ള നായികമാരിൽ ഒരാളാണ്. തമിഴിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, ധനുഷ്, വിജയ് സേതുപതി തുടങ്ങിയ പല പ്രമുഖ താരങ്ങളുടെയും നായികയായി എത്തി. മികച്ച പ്രകടനങ്ങൾ കൊണ്ട് പാൻ ഇന്ത്യൻ പ്രേക്ഷകർക്കിടയിൽ ഇന്ന് വലിയൊരു ആരാധക വൃന്ദം തന്നെ പ്രമുഖ താരം നേടിയെടുത്തു കഴിഞ്ഞു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.